ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് റംബൂട്ടാൻ അച്ചാറാണ് നമ്മളിടുന്നത്. അപ്പോൾ കുറച്ചേറെ റംബൂട്ടാൻ കിട്ടിയായിരുന്നു. അപ്പം അതെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വാരി വെള്ളം തോരാനൊക്കെ വെച്ചിട്ട് ഇപ്പം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഈ അച്ചാറിടാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യത്തിൻ്റെ ഉരുളിയിലാണ് വെക്കുന്നത്. അടുപ്പ് കത്തിച്ചു, ഉരുളി വെച്ചു, ചൂടായി, എണ്ണ ഒഴിച്ചു, അത് ചൂടായി, കടുക് ഉലുവായും പൊട്ടിച്ച് അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്ത് നമ്മൾ സാധാ എല്ലാ അച്ചാറിനും ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ കേട്ടോ ഇതിനും ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു വ്യത്യാസങ്ങളുമില്ല. അത് മൂത്ത് കഴിയുമ്പോൾ മസാല ഇട്ടു, അത് കഴിഞ്ഞ് വിനാഗിരി ഒഴിച്ചു, ഉപ്പ്, പഞ്ചസാര ഇട്ടു, അത് കഴിഞ്ഞ് അത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് റംബൂട്ടാൻ ഇട്ടു. അത് കഴിയുമ്പോൾ റംബൂട്ടാൻ അച്ചാർ റെഡിയാവും. ഇതുണ്ടല്ലോ, ഞങ്ങളൊരു വയ്യാതിരിക്കുന്ന ഒരു ചിന്നമായി കാണാൻ പോയി കേട്ടോ. അപ്പോൾ അവിടുന്ന് പറിച്ചതാണ് ഇത്. രാത്രിയല്ല ഞങ്ങൾ ഈ റംബൂട്ടാൻ പറിക്കുന്നത്. സത്യത്തിൽ അവരുടെ അവിടെ റംബൂട്ടാൻ ഉണ്ടെന്നുള്ള ഓർമ്മയിലൊന്നും പോയതല്ല. പോയപ്പം കണ്ടപ്പം ഞങ്ങൾ പറിച്ചു. അനിയനാണ് കേട്ടോ. അപ്പം പാവം രാത്രി പിരമണ്ടയിലെല്ലാം വലിഞ്ഞ് കയറി അവിടുന്ന് പറിച്ച് എടുത്തതാണ്. അപ്പോൾ കുറച്ചേറെ ഉണ്ടായിരുന്നു. അന്നപ്പം അച്ചാറിട്ട് നമുക്ക് നിങ്ങളുടെയൊക്കെ കയ്യിലെത്തിക്കാമല്ലോ എന്ന് ഓർത്താണ് അച്ചാർ ഇട്ടത് കേട്ടോ. അപ്പം നമുക്ക് റംബൂട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ പാക്ക് ചെയ്യും. അപ്പം വേണ്ടവർ എൻ്റെ നമ്പറിലോട്ട് വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കൊറിയറൊക്കെ അയച്ചു തരും. വേണ്ടവർ അഡ്രസ്സും ഫോൺ നമ്പറും പിന്നെ പേയ്മെൻറ്റും ഒക്കെ അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും ഞാനിത് കൊറിയർ അയച്ച് തരുന്നതായിരിക്കും. എവിടെയാണെങ്കിലും കൊറിയർ അയച്ചു തരും കേട്ടോ. പിന്നെ നമ്മുടെ അച്ചാറിന് വേറെ നമ്മൾ ഒരു സാധനവും ചേർക്കുന്നില്ല. നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിനകത്ത് ഒരു സാധനവും നമ്മൾ ചേർക്കുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് എങ്ങനെയാണോ ഉണ്ടാക്കി കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ കൈകളിലേക്കും എത്തിക്കുന്നത്. പിന്നെ നമുക്ക് 2 കടയിൽ സെയിലുണ്ട് കാഞ്ഞിരപ്പള്ളിയിലുള്ളവർക്ക് അവിടെ പോയാലും കിട്ടും കേട്ടോ. നമ്മുടെ നൂർഹുദയുടെ താഴത്തെ കടയും പിന്നെ കടപ്പുഴ ആശുപത്രിയുടെ ഇപ്പുറത്തെ ഒരു പച്ചക്കറി കട, 2 കടയിലുണ്ട് കേട്ടോ. അവിടെ 2 കടയിൽ ഈ 2 കടയിൽ പോയാലും കിട്ടും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ കൈ നിറച്ച് കറയായിരുന്നു കേട്ടോ. റംബൂട്ടാൻ ക്ലീൻ ചെയ്ത് കഴിയുമ്പം കൈ നിറച്ച് കറയായിരുന്നു. അപ്പം ഞാൻ സഫാനെ വിട്ട് ഗ്ലൗസൊക്കെ മേടിപ്പിച്ച്, പിന്നെ ഇപ്പം നമ്മുടെ കുക്കിങ്ങിൻ്റെ അത് ഗ്ലൗസ് കാണും കേട്ടോ. ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അനിയനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവനപ്പം വൈകുന്നേരം കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്ലൗസ് അവനോട് മേടിച്ച് വെച്ചിട്ടുണ്ട്, അവൻ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം റംബൂട്ടാൻ അച്ചാർ വേണ്ടവർ ഓർഡർ തന്നാൽ മതി കേട്ടോ. എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു റംബൂട്ടാൻ അച്ചാർ. അപ്പോൾ ഞാനിട്ട അച്ചാർ തീർന്നായിരുന്നു കേട്ടോ. അന്നേരം ഇപ്പം റംബൂട്ടാൻ പിന്നെ കിട്ടുമോയെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് റംബൂട്ടാൻ ഉണ്ടെന്നോ ഒന്നും പറഞ്ഞില്ലായിരുന്നേ. അപ്പം ആ ചോദിച്ചവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റംബൂട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്, വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് ഞാൻ കൊണ്ടുത്തരും. അറിയാമല്ലോ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ കൊണ്ടുത്തരും. അല്ലാത്തവരൊക്കെ കൊറിയർ അയച്ചു തരും. അപ്പം വേണ്ടുന്നവർ എൻ്റെ നമ്പറിലോട്ട് വിളിക്കുക. പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലുള്ളവർക്ക് പൊതുവേ സപ്പോർട്ട് ചെയ്യാൻ ഇച്ചിരി പ്രയാസമാണ്. എങ്ങാനും രക്ഷപ്പെട്ടു പോയാലോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് അച്ചാറൊന്നും വിറ്റ് അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടത്തില്ല. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. വേണ്ടവർ ഓർഡർ ചെയ്താൽ മതി കേട്ടോ. ഞാൻ കൊണ്ടുതരുന്നതായിരിക്കും. അപ്പം ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.